ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റ വനിതാ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചർ. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പ്രിയങ്കരിയായിരുന്ന ഇന്ദിരാഗാന്ധി. പക്ഷേ അവരെക്കാളൊക്കെ കൂടുതൽ കാലം ഭരണത്തിലിരുന്നത് ഷേഖ് ഹസീനയാണ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. 1975 ഒരു അട്ടിമറി, പട്ടാള അട്ടിമറി നടന്ന സമയത്താണ് ഇവർ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നത്. ഇപ്പോൾ 2024 ആയപ്പം അതിന് സമാനമായ ഒരു പട്ടാള അട്ടിമറി നടക്കുമെന്ന് കണ്ടപ്പോൾ അവർ രാജ്യം വിട്ട് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ്. ഭാരതമാണ് അവർക്ക് അഭയം നൽകിയത്. ഇനി ഷേഖ് ഹസീനയുടെ ഭാവി എന്താണ്, ബംഗ്ലാദേശിൻ്റെ ഭാവി എന്താണ്, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ കാണുക സാറേ? വളരെ സമർത്ഥമായ ഒരു രക്ഷപ്പെടലാണ് അവർ നടത്തിയത്. അതിൻ്റെ ഒരു കാര്യം, ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എപ്പോഴും അവരൊരു അഭയസ്ഥാനം കണ്ടുവെക്കും. രക്ഷപ്പെടാനുള്ള മുഹൂർത്തത്തെക്കുറിച്ച് അവരെപ്പോഴും കുറിച്ചുകൊണ്ടിരിക്കും. അവരുടെ നാളുവഴിയിൽ, അവരുടെ ജാതകത്തിൽ അതുണ്ടാകും. കാരണം ഏത് സമയത്തും അട്ടിമറി നടക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊക്കെയുള്ള വ്യത്യാസം. ഒരേ ദിവസം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ്, പക്ഷേ ജനാധിപത്യം എവിടെയാണ് പൂത്തൊലയുന്നത്. മാത്രമല്ല, ഏത് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും മുൻകൈ എടുക്കുക. അവിടുത്തെ ഒന്നാലോചിച്ച് നോക്കൂ, തലേന്ന് വരെ ഈ ഗവൺമെൻറ്റിന് സല്യൂട്ട് ചെയ്ത പട്ടാള മേധാവികളാണ് ഇവരെ അട്ടിമറിക്കുക. എന്നിട്ട് പ്രധാനമന്ത്രിയെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഞാനുണ്ട് എന്ന് പറയുന്ന പട്ടാള മേധാവിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത്. ഏതായാലും ഓപ്പറേഷൻ വളരെ കറക്റ്റായിരുന്നു. ഒന്ന്, ബംഗ്ലാദേശിൽ നിന്നിപ്പോൾ ഏത് നിമിഷവും ആർത്തലച്ചു വരുന്ന ജനം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്ന നിമിഷത്തിൽ അവരവിടുന്ന് കയറുകയാണ്. ആ വിമാനത്തിൽ കയറിയിട്ട് അവരാദ്യം വരുന്നത്, ഇപ്പോൾ ഏറ്റവും അടുത്ത അഭയസ്ഥാനം അവർക്ക് ഇന്ത്യ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ത്യ എക്കാലത്തും ബംഗ്ലാദേശിൻ്റെ ഒരു രക്ഷകനായി നിന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. 1971 പാകിസ്ഥാനോട് മുട്ടാനൊന്നുള്ള യാതൊരു കെൽപ്പും കിഴക്കൻ ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കൂടെ ഇന്ത്യ നിന്നതുകൊണ്ടാണ് ആ രാജ്യം ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ കൂറും കടപ്പാടും ഒക്കെ. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു അന്ന് ഇവരുടെ പിതാവ്, ഹസീനയുടെ പിതാവ്. അപ്പോൾ ആ കടപ്പാടും കൂറും ഒക്കെ അവർക്ക് എന്നും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അവർ അതുകൊണ്ട് തന്നെ നേരെ ഇന്ത്യ ഓപ്റ്റ് ചെയ്തു. ഇന്ത്യ ഓപ്റ്റ് ചെയ്യുന്നത് വേറൊന്നുമില്ല, അതിവേഗത്തിൽ അവിടുന്ന് ഡാക്ക എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഡാക്ക എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ഏറ്റവും അടുത്ത് ഇറങ്ങാവുന്ന ഒരു സ്ഥലം കൊൽക്കത്തയാണ്. കൊൽക്കത്ത അവർക്ക് ഒട്ടും സേഫ് അല്ല. കാരണം ബംഗ്ലാദേശിലെ സകലമാന രാഷ്ട്രീയ നേതാക്കളും സകലമാന പൊളിറ്റിക്കൽ മാഫിയയും സകല തീവ്രവാദികളും ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സേഫായൊരു സ്ഥലം കൊൽക്കത്തയാണ്. പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ബംഗ്ലാദേശിൽ നടക്കുന്ന മിക്ക കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികൾ ഒളിച്ചിരിക്കുന്ന ഇടം സേഫായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് മമതാ ബാനർജി വന്നതിന് ശേഷം അത് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ കൊൽക്കത്ത സേഫ് അല്ല എന്ന് ഓപ്റ്റ് ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ് അടുത്ത സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവണം. കൊൽക്കത്ത അല്ല അവർ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ എവിടെ നിയറസ്റ്റ് ആണ് പിന്നെ ഉള്ളത്? അഗർത്തല, കൊച്ചു വിമാനത്താവളം. ഈ കൊൽക്കത്തയെപ്പോളം വലിയ ഡം ആണല്ലോ, അതുപോലെയുള്ള വലിയ വിമാനത്താവളമൊന്നുമല്ല. എങ്കിലും അവർ സേഫായിട്ട് ഒരു കോപ്റ്ററിലാണല്ലോ, ഹെലികോപ്റ്ററിലാണ്, എവിടെ ഇറങ്ങാമല്ലോ. അപ്പോൾ അഗർത്തലയിൽ ഇറങ്ങുന്നു. അഗർത്തലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് അവർ ഇന്ത്യക്കകത്തായി. ഫസ്റ്റ് ഓഫ് ഓൾ അവർ സേഫായി. പിന്നെ അവർ ഓപ്റ്റ് ചെയ്യുന്നത് ഡൽഹിയാണ്. കാരണം ഏറ്റവും സുരക്ഷിതമായൊരു മേഖല ഇന്ത്യയിൽ എപ്പോഴും അതായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റും സേഫ്റ്റി. കാരണം ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയെ പോലെ ഒരു ലീഡറെ കൊണ്ടുവന്നിട്ട് അവർക്ക് ആപത്ത് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യയിലെത്തിക്കാൻ ഇന്ത്യ എന്തുമാത്രം എക്സ്ട്രീം സേഫ്റ്റി മെഷേഴ്സാണ് സ്വീകരിച്ചത്. അത് കണ്ടില്ലേ? ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ, നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, അവർ അഗർത്തലയിൽ നിന്ന് വളരെ സേഫായി അവരെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്നിട്ട് ഹിൻഡനിലാണ് ഇറക്കുന്നത്. ഡൽഹിയിലെ പാലം വിമാനത്താവളം വളരെ വളരെ പ്രസിദ്ധമായ വിമാനത്താവളം, ഏറ്റവും ലോകത്തിലെ തന്നെ വലിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളൊന്നും അവിടെ അല്ല. അത്രയും എക്സ്ട്രീം സെക്യൂർ സുരക്ഷിതമായ സ്ഥലത്തെ അതായത് ഗാസിയാബാദിലാണ്. ഗാസിയാബാദിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെ സുരക്ഷിതമായൊരു കൊച്ചു വിമാനത്താവളം ഹിൻഡൻ, അവിടെയാണ് ഇറക്കുന്നത്. അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ടില്ല, പറയാനും പാടില്ല അവരെവിടെയാണ് ഇന്നലെ പാർപ്പിച്ചത്. 1-2 ദിവസമെങ്കിലും അവർ ഇന്ത്യയിൽ ഉണ്ടാകും. പക്ഷേ അവർ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവരുടെ അന്തിമമായ താവളം ഇന്ത്യ അല്ല. ഇന്ത്യ പോലും അവർക്ക് അന്തിമമായി സേഫ് അല്ല. മാത്രമല്ല അത് വലിയ റിസ്ക്കുമാണ് ഇന്ത്യക്ക്. ഹസീനയെ പോലൊരു നേതാവിനെ ഇപ്പോൾ പാകിസ്ഥാനിലെ ഏത് ലീഡറെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ പാർപ്പിച്ചാലും റിസ്ക്കാണ്, എപ്പോഴും സെക്യൂരിറ്റി റിസ്ക്കാണ്. അത് ബംഗ്ലാദേശിലും അതാണ്. ഇപ്പോൾ ഖാലിദ സിയ വന്നാലും ഷെയ്ഖ് ഹസീന വന്നാലും റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ഫാക്ടർ അന്തിമമായി എവിടെയാണ്, നിങ്ങൾ ലോങ് ടേം അസൈലം എവിടെയാണെന്ന് ഗവൺമെൻറ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ ഫിൻലാൻഡ് ആണെങ്കിൽ ബെലാറസ് ആണ്. ഈ 2 രാജ്യങ്ങളും ഹസീനയെ സ്വീകരിക്കും, ലോകത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരെയും സ്വീകരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഴിമതിപ്പണം കൊണ്ട് തടിച്ചു കൊഴുത്ത രാജ്യങ്ങളാണ്
ഈ രണ്ട് പ്രധാനപ്പെട്ട ബെലാറസ് സുരക്ഷിതമായിട്ട് ആരെയും പേടിക്കാതെ അങ്ങേയറ്റം സെക്യൂറായിട്ട് ഭൂമിയിലെ ഒരു 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 ഇൻ്റലിജൻസ് ഏജൻസിക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര സേഫായിട്ട് ഒരു രാജ്യത്തെ അഴിമതി പണം കൊണ്ടുപോയി ഒളിപ്പിക്കാവുന്ന ഒരു രാജ്യമാണ് കൊച്ചു രാജ്യമായ ബെലാറസ്. അതുകൊണ്ട് ഞാൻ ബെലാറസിലേക്ക് പോയിക്കൊള്ളാം. അവർക്കും സന്തോഷം, കാരണം അവരുടെ പണം കൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബെലാറസിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതർവൈസ് ബെലാറസിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഫിൻലാൻഡാണ് അവരുടെ ഓപ്ഷൻ. എന്തായാലും സുരക്ഷിതമായി കുറേ കാലത്തേക്കെങ്കിലും ജീവിച്ചു പോകാനുള്ളൊരു താവളം അവർ കണ്ടെത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്. ഇതാണ് ഹസീനയുടെ ഒരു സ്ഥിതി. ഇതിനിടയ്ക്ക് നമുക്ക് വരുന്നൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ 2009 കൂടിയാണ് ഹസീന തിരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വരുന്നത്. ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. പക്ഷേ ഇവിടെ ഹസീന ഈ പലായനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടി, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്ത്, അത് ഇന്ത്യ വിരുദ്ധവുമാണ്, എന്നാൽ പാകിസ്ഥാനോടേറെ അടുപ്പമുള്ള പാർട്ടിയും കൂടിയാണ്. അത്തരത്തിൽ ഇനി ഹസീനയെ ജനങ്ങൾ തിരഞ്ഞെടുത്തില്ല, ഇനി ഈ പ്രതിപക്ഷ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഇന്ത്യയുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ഒരു ബംഗ്ലാദേശിന്റെ ഭാവി അതെങ്ങനെയായിരിക്കും? അത് ഇപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ 3 രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. അതിൽ ഇന്ത്യ മാത്രമാണ് ജനാധിപത്യക്രമം എല്ലാ കാലത്തും പിന്തുടരുന്നത്. ഒരു ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ. പക്ഷേ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എപ്പോഴും പട്ടാള അട്ടിമറികൾ നടക്കും. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീന തന്നെ 20 വർഷമാണ് ആ രാജ്യം ഭരിച്ചത്, പ്രധാനമന്ത്രി തന്നെ. ഇതിപ്പോൾ 5ാമത്തെ ടേമാണ്. ഈ ജൂണിൽ അവർ അധികാരമായിട്ട് 7 മാസം മറ്റോ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ജൂണിൽ ഈ പറയുന്ന സംവരണവുമായി ബന്ധപ്പെട്ട കലാപം ഉണ്ടാകുന്നത്. അത് വലിയ പ്രക്ഷോഭമായി അങ്ങ് കത്തിപ്പടരുകയാണ്. അപ്പോൾ ഇവർക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത് തെറ്റാണെന്ന് അവിടുത്തെ സുപ്രീം കോടതി തന്നെ ഒരു നിലപാടെടുക്കുകയും ചെയ്തു. പക്ഷേ ഇവരത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ആയിരിക്കും ഈ കലാപത്തിന് പിന്നിൽ നമുക്ക് ഊഹിക്കാം. കാരണം ഫണ്ടിറക്കാൻ ആരെങ്കിലും വേണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാപത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉയർന്നു ഘട്ടം ഘട്ടമായി വന്നു. ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കലാപം ഏതാണ്ട് തീർന്നതാണ്. ഇത് സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കാമെന്നൊക്കെ പറയാം. പക്ഷേ വീണ്ടും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു. 100ഓളം പേര് മരിക്കുന്നു. എന്നിട്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് ഇവരെത്തും, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തും എന്ന് പറയുന്നു. ഈ സമയത്ത് അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഇന്ത്യയായിരുന്നു. പക്ഷേ ഇന്ത്യ പറഞ്ഞിരുന്നു ഇത് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നമാണ്, നമുക്കിപ്പോൾ തൽക്കാലം ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മറ്റൊരു രാജ്യത്തെ പ്രശ്നമല്ലേ. പക്ഷേ എല്ലാ കാലത്തും ഇന്ത്യയാണ് ബംഗ്ലാദേശിന് സഹായം നൽകിയത്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഏറ്റവും സൗഹൃദമുള്ള രാജ്യം ഇന്ത്യയാണ്. ഈ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി 3ാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ഷെയ്ഖ് ഹസീന ഈ പരിപാടി കൃത്യമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നു. കൃത്യമായ ചില കരാറുകൾ ഒപ്പിടാനും മറ്റുമാണ്. അപ്പോൾ എപ്പോഴും ഇന്ത്യയെ അനുകൂലിച്ച് നിൽക്കുകയും ഇന്ത്യയുടെ സഹായം നേടുകയും ചെയ്യുന്നവരാണ് ബംഗ്ലാദേശ്. പക്ഷേ അവിടുത്തെ BNP എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ എങ്ങനെയും ഇവരെ അട്ടിമറിച്ചിട്ട് ബംഗ്ലാദേശിൻ്റെ ഭരണം കൈക്കലാക്കണം. ഇതിന് ചെയ്യുന്ന പട്ടാള അട്ടിമറി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ പട്ടാള ഭരണാധികാരി ഇന്നലെ തന്നെ പറഞ്ഞു, വൈകുന്നേരം ഞാനൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇവരെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. ഇവരുടെ പിതാവായ മുജീബുർ റഹ്മാനെയും ഈ ഷെയ്ഖ് ഹസീനയുടെ 3 സഹോദരങ്ങളെയും കൊന്നതാണ് ഒരു പട്ടാള അട്ടിമറി. അന്ന് ഈ ഷെയ്ഖ് ഹസീന ജർമ്മനിയിലായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പിന്നീട് അവർ തിരിച്ചെത്തുന്നു. മറ്റൊരു പട്ടാള അട്ടിമറിയുടെ സമയത്ത് ദേശീയ തലത്തിൽ ഉയർന്നു. ഇവിടെ വീണ്ടും അവർ അതിൻ്റെ മണം ഉണ്ടാകുന്നു. അപ്പോൾ ഒന്നുകിൽ ഇവർ കൊല്ലപ്പെടും, അതല്ലെങ്കിൽ പട്ടാള അട്ടിമറിയിലൂടെ ഇവർ വിചാരണ ചെയ്യപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ പട്ടാളം തന്നെ അവസരം ഒരുക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്ര മന്ത്രിസഭ പറഞ്ഞ് ഇന്ന് സർവകക്ഷി യോഗം വിളിക്കുന്നു. അതായത് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ ഒരു യോഗം വിളിച്ചതിന് ശേഷം ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിക്കും. കാരണം ഈ അഭയം തേടി വന്നേക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇവർ നിൽക്കുമോ? ഇവർ സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കും താല്പര്യപ്പെടുന്നത്. സാർ പറഞ്ഞ പോലെ ഇവരുടെ അഴിമതി പണം മറ്റ് രാജ്യങ്ങൾക്ക് നിക്ഷേപിച്ചു എന്നുള്ള ഒരു ഉറപ്പാണ്. ഷെയ്ഖ് ഹസീന എപ്പം സ്വന്തം സഹോദരിയെ കൂടെ കൊണ്ട് നടക്കും. ഈ സഹോദരിക്ക് UK അതായത് ബ്രിട്ടൻ്റെ പൗരത്വമുണ്ട്. അതെ, അതുകൂടാതെ അവരുടെ മകൻ അവിടുത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു പാർട്ടിയിലെ ഒരു പ്രധാന നേതാവാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഇനി ഇവരെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളുമായി കൂടിയാലോചിച്ചതിന് ശേഷമേ ഈ NDA സർക്കാർ തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനെയല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാവിയാണ് ഇപ്പോൾ വിഷയം. അതിൽ ഇന്ത്യ എടുക്കാവുന്ന നിലപാട് എന്താണ്? എനിക്ക് തോന്നുന്നു ഷെയ്ഖ് ഹസീനയെ ഈ ഇന്ത്യ ഗവൺമെൻറ് പിന്തുണക്കുന്നതിന്, അത് മോദിയുടെ കാലത്ത് മാത്രമല്ല, ഇന്ത്യ ഏത് കാലത്തും ബംഗ്ലാദേശിനെ പിന്തുണക്കുമ്പോൾ മുജീബുർ റഹ്മാനും ഷെയ്ഖ് ഹസീനയുടെയും അവാമി ലീഗിനെയാണ് പിന്തുണച്ചു വന്നത്. അതിൻ്റെ കാരണം രാഷ്ട്രീയം കൂടിയാണ്. അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, ഖാലിദ സിയയുടെ, പഴയ സിയാവുർ റഹ്മാൻ്റെ പാർട്ടിയാണ്. അത് സത്യത്തിൽ ഈ മുജീബുർ റഹ്മാനെതിരായി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. അവിടുത്തെ ആദ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാം. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മുജീബുർ റഹ്മാൻ ജനാധിപത്യവാദിയും ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ് എന്ന് വാദിക്കുകയും
ഇന്ത്യക്കാരോട് സൗഹൃദത്തിൽ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ത്വരിതപ്പെടുത്തുകയും പോക്കും വരവും നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞ രാജ്യമാണ്. അപ്പോൾ എപ്പോഴും ബംഗ്ലാദേശിലെ ഈ നമ്മൾ ഇന്ന് തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവുമല്ലോ, എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പോൾ ട്രംപും ബൈഡനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ച പോലെ ഒരു വലതുപക്ഷത്തെ പ്രതിനിധീകരിച്ചാണ് ബീഗം ഖാലിദ സിയ വന്നത്. എന്നുവെച്ചാൽ അവരെപ്പോഴും ഇന്ത്യ വിരുദ്ധ വികാരം, അതുപോലെ മതമൗലികവാദ വികാരം. ഷെയ്ഖ് ഹസീനക്ക് ആ വേഷം തന്നെ കണ്ട് എപ്പോഴും അങ്ങനെയാണ്. ഒരു മതേതര മുഖം എപ്പോഴും ഉണ്ടായിരുന്നു, മുജീബ് റഹ്മാൻ ഉണ്ടായിരുന്നു. പിന്നെ ഷെയ്ഖ് ഹസീന ഈ ബംഗ്ലാദേശിൻ്റെ ഭാവിയെക്കുറിച്ച് എപ്പോഴും കണക്കൂട്ടാം. അവർ കൺമുമ്പിലാണ്. അവരെ അച്ഛൻ എന്ത് സംഭവിച്ചു, സഹോദരങ്ങൾക്ക് എന്ത് സംഭവിച്ചു, നാളെ എനിക്കും എന്ത് സംഭവിക്കുന്നവർക്ക് അവർക്കറിയാം. പരമാവധി സുരക്ഷിതമായ അകലത്തേക്ക് പോകാനും സുരക്ഷിതമായിട്ട് ഇരിക്കാനും വീണ്ടും ഈ ബംഗ്ലാദേശ് രാഷ്ട്രീയം ഇങ്ങനെ ചാക്രികമായി മാറി മാറി വരും. ഇപ്പോൾ ഖാലിദ സിയ ഇപ്പോൾ ജയിലിലായിരുന്നവർ ഒരു കണക്കിന് ജനാധിപത്യ ധ്വംസനത്തിൽ എല്ലാവർക്കും പങ്കുണ്ടെന്ന് പറയാം. ഇപ്പോൾ വലതുപക്ഷ തീവ്രവാദികളാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, കടുത്ത തീവ്രവാദികളാണ് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി. നമ്മളിവിടെ കാണുന്ന ജമാഅത്തെ ഇസ്ലാമി ഒന്നുമില്ല. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയോ അതിന് സമാനമായ പേരുള്ളവരോ ഉണ്ട്. ഈജിപ്തിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ കാണുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് കാണുന്ന മുഖമൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് അവിടെ. അത് കടുത്ത തീവ്രവാദ പ്രസ്ഥാനവും തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ മെച്ചം കിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിനെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ട് പുതിയ പേരിട്ട് ഒക്കെ വരുന്നത്. എന്തായാലും വലതുപക്ഷ സ്വഭാവമുള്ള രണ്ട് പാർട്ടികളാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിപക്ഷത്തുള്ളത്. ഖാലിദ സിയ ജയിലിലായിരുന്നു. അവരെ ഇപ്പോൾ തുറന്നുവിട്ടു. ആരെ തുറന്നുവിട്ടത് പ്രക്ഷോഭം കൊണ്ട് മാത്രമല്ല, പട്ടാള ഭരണത്തിന് അട്ടിമറിക്ക് സമയമായി എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ടിപ്പോൾ അദ്ദേഹം പട്ടാള മേധാവി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താ? പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികൾക്കും പ്രാതിനിധ്യമുള്ള ഒരു സർവകക്ഷി ഗവൺമെൻറ് ഉണ്ടാക്കുന്ന അത്. അപ്പോൾ തീർച്ചയായിട്ടും അതെന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ അവാമി ലീഗിന് അതിൽ പ്രാതിനിധ്യം ഉണ്ടാവുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലതുപക്ഷ ഗവൺമെൻറ് വരും. വലതുപക്ഷ ഗവൺമെൻറ് മതമൗലികവാദ ഗവൺമെൻറ് ആയിരിക്കും. മറ്റൊന്ന് ഇന്ത്യ വിരുദ്ധ ഗവൺമെൻറ്, പ്രഖ്യാപിത ഇന്ത്യ വിരുദ്ധ നയങ്ങളുടെ ഗവൺമെൻറ് ആയിരിക്കും. ആ ഗവൺമെൻറ്റിനോട് എന്ത് നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏത് സർവകക്ഷി യോഗം വിളിച്ചാലും ഏത് പാർട്ടിക്കും ഇന്ത്യയിലെ കടുത്ത മോദി വിരുദ്ധരായ പ്രതിപക്ഷത്തിന് പോലും ഒരു നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. അത് അവാമി ലീഗിനെയും ഷെയ്ഖ് ഹസീനയെയും പിന്തുണക്കുക എന്നുള്ള. അവാമി ലീഗിൻ്റെ നയങ്ങളിൽ പറ്റിയ തെറ്റ് അത് അവർ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് ആഭ്യന്തര കാര്യമാണ്. അവിടുത്തെ സമരം അങ്ങനെയാണല്ലോ. അവാമി ലീഗിന് ലോകാവസാനം വരെ അവാമി ലീഗ് പണ്ട് 71 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് അവരുടെ മക്കളുടെ മക്കളും എന്നും സർക്കാർ ജോലിയിലെ വലിയ 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 അംഗീകാരവും വലിയ റിസർവേഷനും വലിയ സംവരണവും വാങ്ങിപ്പോവുക എന്നുള്ളത് ന്യായമല്ല, ജനാധിപത്യ വിരുദ്ധമാണ്. ആ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ശരിയായ നിലപാടാണ്. അതേസമയത്ത് ഷെയ്ഖ് ഹസീനയെ അവർക്ക് ആവശ്യമുള്ള കാലത്ത് സംരക്ഷണം നൽകുക എന്നത് ഇന്ത്യക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ബംഗ്ലാദേശിനെ കുറിച്ച് വലിയ ആശങ്കകളൊന്നും വേണ്ട. ബംഗ്ലാദേശ് രാഷ്ട്രീയം തീർച്ചയായിട്ടും കറങ്ങി തിരിഞ്ഞു വരും. അത് ഷെയ്ഖ് ഹസീനയിലേക്ക് ഇപ്പോൾ ഒന്നുകിൽ വലതുപക്ഷത്ത് നിന്ന് ഇടതുപക്ഷത്തേക്ക് ഒരു ഇടതുപക്ഷമല്ല. ഇപ്പോൾ ജനാധിപത്യം എന്നേ ഒന്ന് ജനാധിപത്യവാദികളാണ്, മറ്റേത് റൈറ്റ് എക്സ്ട്രീമാണ്. അതേ ഉള്ളൂ വ്യത്യാസം. അത് തിരിഞ്ഞു വരും. ഇന്ത്യ ഗവൺമെൻറ് അതിനനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യും. സർ, ഈ ഹസീനയ്ക്ക് എവിടെയാണ് പിഴച്ചത്? അതായത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചോരക്കളങ്ങൾക്കിടയിൽ നിന്ന് പറന്നു വന്നു എന്നാണ് പല മാധ്യമങ്ങൾ അവരെ വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് ഇത്തരത്തിലൊരു അട്ടിമറി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പലായനത്തിലൊക്കെ ഈ ഒരു സംഭവത്തിലേക്കൊക്കെ ചെന്ന് പെടാൻ എവിടെയാണ് അവർക്ക് പിഴച്ചു തുടങ്ങിയത്? അവർക്ക് പിഴച്ചത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സംവരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജൂൺ ആദ്യ വാരത്തിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭമായി രംഗത്തിറങ്ങുന്നു. സ്വാഭാവികമാണ്. കാരണം അവർക്ക് കിട്ടേണ്ട അർഹമായ ജോലികൾ ഈ സംവരണത്തിൻ്റെ പേരിൽ അട്ടിമറിക്കപ്പെടുകയാണ്. അതായത് നന്നായി പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് ഉയർന്നു വന്ന് തൊട്ടടുത്ത് എത്തിക്കഴിയുമ്പോഴായിരിക്കും മറ്റേ ഈ പറയുന്ന അവാമി ലീഗിൻ്റെ പാർട്ടിക്കാരനാണ് അല്ലെ അയാളുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞിട്ട് അവന് സംവരണത്തിൽ മികവ് കിട്ടുന്നത്. അവൻ ചിലപ്പം കോളേജിൽ കല്ലെറിയാൻ പോയവനായിരിക്കും. അപ്പോൾ അവന് ജോലി കിട്ടി, ഇവന് ജോലി നഷ്ടപ്പെടുന്നു. ഇതിങ്ങനെ ഒരു വികാരമായി പരിണമിച്ച് വരുന്നു. അവരൊരു പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി കുറച്ച് യുവജനങ്ങൾ വരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ഇവരെ പിന്തുണയ്ക്കേണ്ടത്? ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ രംഗത്ത് വരുന്നു. സ്വാഭാവികമായി റോഡിൽ കല്ലെറിയുന്നു, അല്ലെങ്കിൽ തീ വെക്കുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഒരു രാജ്യം എന്ന നിലയിൽ പോലീസും പട്ടാളവും ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ അടിച്ചമർത്തുക അല്ലെങ്കിൽ ആ ഒരു യുദ്ധക്കളം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അവാമി ലീഗിൻ്റെ പ്രവർത്തകർ ഈ പോലീസിനും പട്ടാളത്തിനും ഒപ്പം കൂടി ഈ പ്രക്ഷോഭകരെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. അത്
അതായത് വലിയ രക്തച്ചൊലിച്ചിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അതായത് സാധാരണക്കാരായ നിഷ്പക്ഷവാദികളായ ആളുകൾ ചിന്തിച്ചു, ഈ അവാമി ലീഗിനകത്ത് എന്താ കാര്യം, ഇതെന്താ പട്ടാള ഭരണോ എന്നുള്ള ചിന്തയെ. കാരണം ഒരുപാട് തവണ പട്ടാള ഭരണത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമർന്ന രാജ്യമാണ്. അതുകൊണ്ട് അവർ പ്രതികരിക്കാനായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. വേണമെങ്കിൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം നമുക്കത് രമ്യമായി പരിഹരിക്കാം, ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്, 5% എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാട് സർക്കാർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാമായിരുന്നു. നമുക്ക് തുടർന്ന് പോകാം, അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ നമുക്ക് കാര്യങ്ങൾ സമാധാനപരമായി തീരുമാനിക്കാം എന്നുള്ള ഒരു നിലപാടെടുക്കാമായിരുന്നു. ഒരു പരിധി കൂടി കിടക്കാമായിരുന്നു എനിക്ക് തോന്നിയത്. അവർ തെറ്റായ അടിത്തറയിലാണ് ഇത് ആരംഭിച്ചത്. 1971 കഴിഞ്ഞ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇദ്ദേഹം വന്നു, സിയാവുർ റഹ്മാൻ്റെ മൂവ്മെൻറ്റ് വന്നു. അതാണ് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഉയർന്നു വന്നൊരു ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണിത്. രാഷ്ട്രീയമായ സംവരണം അത് എടുത്തു കളയണം, സ്വാതന്ത്ര്യപൂർവ്വ കാലമല്ല, ഇത് സ്വതന്ത്ര ബംഗ്ലാദേശാണ്, അവിടെ നിലപാട് മാറ്റണം. ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവാമി ലീഗിന് അല്ലെങ്കിൽ രാഷ്ട്രീയമായ സംവരണം ആവശ്യമില്ല എന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചിരുന്നെങ്കിലോ അവരുടെ മുഖം കുറെ കൂടി തെളിയുമായിരുന്നു. അതുണ്ടായില്ല. മാത്രമല്ല അതിന് പകരം അവർ അവാമി ലീഗിനെ ശക്തിപ്പെടുത്താൻ ഈ രാഷ്ട്രീയ സംവരണം ഉപയോഗിച്ചു. അതാണ് ഒന്ന്. ഒടുവിലത്തെ പാതകമാണ് നേരത്തെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കലാപം നടക്കുന്നു, പ്രതിപക്ഷം കലാപം നടത്തും. ബംഗ്ലാദേശിലെ കലാപം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രീതിയിലും ഭരണഘടനാദത്തമായ രീതിയിലൊന്നുമല്ല. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കലാപം എന്ന് പറയുന്നത് എല്ലാം കൈവിട്ട രീതിയിലാണ്. അപ്പോൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന ഏർപ്പാടെ അവർക്ക് അറിയാം. ഉള്ള കൊള്ളയാണ്. അപ്പോൾ അങ്ങനെ കൊള്ളയിലേക്കും അക്രമത്തിലേക്കും പോകുമ്പോൾ അവരെ നേരിടാൻ പോലീസ് പോരെങ്കിൽ പട്ടാളത്തിനെ ഇറക്കി, അതിനും പോരെങ്കിൽ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന നിലയിൽ വിളിച്ചാൽ ചെല്ലാൻ ഇന്ത്യ റെഡിയാണ്. അങ്ങനെ ചെയ്യണമായിരുന്നു. അതിന് പകരം ജനങ്ങളെ ഇറക്കി തെരുവിൽ കലാപം നടത്താൻ പ്രേരിപ്പിച്ചു. അവർ പറഞ്ഞത് പണ്ട് 71 ഇങ്ങനെ സിവിലിയൻസ് ഇറങ്ങിയിരുന്നല്ലോ. 71 അങ്ങനെ ഒരു സേന ഉണ്ടായിരുന്നു, ഈ ജനകീയ പട്ടാളം എന്ന് പറഞ്ഞിട്ട്. ബംഗ്ലാദേശി ഭാഷയിൽ വേറെ ഒരു വാക്കാണ് റസാഖർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂവ്മെന്റാണ്. ഇത് പണ്ട് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് INA ഉണ്ടാക്കിയല്ലോ, അതുപോലൊരു മൂവ്മെന്റാണ്. അത് സാധാരണക്കാർ വലിയ വാക്കിൽ നിന്നാണ് അവരെ പതനം തുടങ്ങിയത് തന്നെ. അതെ, യഥാർത്ഥത്തിൽ റസാഖർ എന്നുള്ള വാക്കിൽ റസാഖർ അതാണ്, സാധാരണക്കാരൻ പോവുക, എന്നിട്ട് മിനിമം പരിശീലനം കൊടുക്കുക. നേതാജി ചെയ്തതാണ്. സാധാരണ ജവാന്മാർ മീൻസ് നൗജവാന്, ജവാൻസിന് പകരം നൗജവാൻസ്, യുവാക്കളെ വിളിച്ചു വരുത്തുക, പരിശീലനം കൊടുക്കുക, എന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തോട്, സർവായുധ സജ്ജമായ ഒരു പട്ടാളത്തോട് നേരിട്ട് പൊരുതാൻ അവരെ സജ്ജരാക്കുക. അതേ നയം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ റസാഖർ മൂവ്മെൻ്റാണ് ഇപ്പോൾ അവാമി ലീഗ് എന്നാണ് ഇവരുടെ അവകാശവാദം. എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായി, തെരുവിൽ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. ആര്? പ്രധാനമന്ത്രി ഹേഴ്സെൽഫ്. അപ്പോൾ അതാണ് അവർ കാണിച്ച ആദ്യത്തെ അബദ്ധവും അവസാനത്തെ അബദ്ധവും അതാണ്. അതായത് അന്ധമായി തൻ്റെ പാർട്ടിയാണ് രാജ്യത്തിൻ്റെ അവകാശികൾ എന്നൊരു നയം അറിഞ്ഞോ അറിയാതെയോ അവർ പുലർത്തി എന്നുള്ളതാണ് ആദ്യത്തെ ജനാധിപത്യ വിരുദ്ധമായ സമീപനം. ആ സമീപനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ പുറത്താകുന്നത്. അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ എത്ര തന്നെ ജനാധിപത്യ വിരുദ്ധരും അങ്ങേയറ്റം ഈ പറഞ്ഞ ഈ ഉഗ്രദേശീയവാദികളാണ്. നമ്മൾ പറയുന്നത് ഉഗ്രദേശീയവാദികളാണ് BNP എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി കടുത്ത മതമൗലികവാദികളാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ അങ്ങേയറ്റം വലതുപക്ഷ നയങ്ങളുള്ളവരാണ്. എങ്കിൽ പോലും ഈ ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് നയിച്ചത് അവാമി ലീഗിൻ്റെയും ഷെയ്ഖ് ഹസീനയുടെയും നയപരമായ അബദ്ധങ്ങൾ തന്നെയാണ് എന്ന് കാണാതെ വയ്യ. അപ്പോഴും ഇന്ത്യയുടെ ബന്ധുവാര് എന്ന് ചോദിച്ചാൽ അബദ്ധം ചെയ്ത സ്വന്തം സഹോദരി തന്നെ, അങ്ങനെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അബദ്ധം പറ്റിയാലും സഹോദരിയാണല്ലോ, പെങ്ങളെ വരൂ. എന്തായാലും അഭയം തേടി ഇന്ത്യയിലേക്ക് വന്ന ഷെയ്ഖ് ഹസീനെ എന്തായാലും നമ്മൾ സംരക്ഷിക്കും. 2 ദിവസത്തിനുള്ളിൽ ഇവർ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തും. ചിലപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരിക്കും പോവുക. അതിനുള്ള സഹായങ്ങൾ സ്വാഭാവികമായി അവരുടെ ഒരു സൗഹൃദ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ സാധ്യത. എന്തായാലും ഇന്ന് പ്രതിപക്ഷ കക്ഷികളുമൊക്കെ ആയിട്ട് പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഇതിന് ഏകദേശ രൂപരേഖ ഉണ്ടാവും. പക്ഷേ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് വീണ്ടും പട്ടാള ഭരണമാണോ അതോ ഈ BNP എന്ന് പറയുന്ന പാർട്ടിയും ജമാഅത്തും കൂടെ ഉള്ള പുതിയ സഖ്യം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. അത് ഇന്നത്തെ തീരുമാനം വരും. സർവകക്ഷി യോഗം വരും. എനിക്ക് തോന്നുന്നു സർവകക്ഷി ഗവൺമെൻറ് വരാനാണ് സാധ്യത. സർവകക്ഷി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലതൊട്ടപ്പൻ പട്ടാള മേധാവിയായിരിക്കും. പിന്നെ അവിടെ എല്ലാവർക്കും ഭരണത്തിൽ കൈയിട്ട് വരാൻ അവസരം കൊടുക്കുമായിരിക്കും. ജയിലിൽ കിടന്നവർക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടും. അത്രയൊക്കെ സംഭവിക്കാനുള്ളൂ. ബംഗ്ലാദേശ് രാഷ്ട്രീയം തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന വിധം സംഘർഷഭരിതമായിരിക്കും ഇനിയുള്ള കാലം എന്ന് അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്കാണ് മുൻഗണന എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ സർ? തീർച്ചയായിട്ടും. ബംഗ്ലാദേശിൽ ജനാധിപത്യം, നമ്മൾ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച്
പറഞ്ഞാൽ അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല. എല്ലാ കാലത്തും അങ്ങനെയാണ്. അവരെല്ലാ കാലത്തും പട്ടാള അട്ടിമറിയിലൂടെയും പിന്നീടും ജനാധിപത്യത്തിലൂടെയും ഇങ്ങനെ കടന്നുപോയവരാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ജനാധിപത്യ ഗവൺമെന്റ് കൊണ്ട് ആ രാജ്യത്ത് ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യ എന്തുമാത്രം മാറി 78 കൊല്ലം കൊണ്ട്. അതെ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയല്ലല്ലോ ഇന്ന്. എത്ര ശതമാനം പേരെ നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് മീതെ എത്തിച്ചു. ഈ ലോകത്തിലെ എല്ലാ പുരോഗതിയും നമ്മൾ എത്തിച്ചു. എല്ലാവർക്കും ഈ പുരോഗതിയുടെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ തർക്കമുള്ളൂ. അത് തീർച്ചയായിട്ടും അത് നമ്മൾ വരും കാലങ്ങളിൽ മാറ്റേണ്ടതാണ്. ബംഗ്ലാദേശിന്റെ സ്ഥിതി അതല്ല. ദാരിദ്ര്യത്തിന്റെ കണക്ക് എങ്ങനെയാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.